ഹലോ വെൽക്കം ടു ലൈഫ്സ്റ്റൈൽ മലയാളം. ഞാൻ കുറേ നാളായിട്ട് വീഡിയോ ചെയ്യണം എന്ന് കരുതിയൊരു പെർഫ്യൂമാണ് ഇന്ന് എൻ്റെ കയ്യിലുള്ളത്, ബിയാഡോ ബ്ലാക്ക് മസ്ക്. ഇത് ഞാൻ മുമ്പ് ഇങ്ങനെ ഒരു ബോക്സ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ 4 ബിയാഡോ പെർഫ്യൂംസ് ഉണ്ടായിരുന്നു. സോ അതിൽ വന്ന ഒരു പ്രൊഡക്റ്റാണ് ഈ ബ്ലാക്ക് മസ്ക് എന്നുള്ളത്. പൊതുവേ എൻ്റെ അടുത്ത് ആരും ഈ ബ്ലാക്ക് മസ്കിനെ പറ്റി ചോദിച്ചിട്ടൊന്നുമില്ല. എല്ലാവർക്കും അറിയാൻ താല്പര്യം ഗോഡ് ഫാദറാണ്. സോ ഗോഡ് ഫാദർ നമ്മൾ ഓൾറെഡി വീഡിയോ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഈ ബ്ലാക്ക് മസ്ക് എന്നുള്ളത് എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ട ഒരു ഫ്രാഗ്രൻസാണ് ബിയാഡോയുടെ ഈ പെർഫ്യൂംസിൽ. സോ ഇത് ഇങ്ങനെ ഒരു ബോക്സിൽ വന്നത് ഏതൊക്കെയായിരുന്നു വെച്ചാൽ, ഇതിൽ വിസ്കി സ്മോക്ക് ഉണ്ട്, ബ്ലാക്ക് മസ്ക് ഉണ്ട്, ഗോഡ് ഫാദർ ഉണ്ട്, പിന്നെ ഡാർക്ക് സൈഡ് ഉണ്ട്. ഡാർക്ക് സൈഡ് മുമ്പ് നമ്മൾ വീഡിയോ ചെയ്ത് പോയതാണ്. അത് ഒട്ടും ലാസ്റ്റ് ചെയ്യില്ല എന്നൊക്കെ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. വിസ്കി സ്മോക്ക് നല്ല പെർഫ്യൂമാണ്, പിന്നെ ഗോഡ് ഫാദറും നല്ല പെർഫ്യൂമാണ്. സോ ഈ ബ്ലാക്ക് മസ്ക് എങ്ങനെയുണ്ട് എന്നുള്ളത് നമുക്ക് നോക്കാം. സോ ഇങ്ങനെയാണ്, ഒരു ബ്ലാക്ക് കളറിലാണ് ഇതിൻ്റെ ഡിസൈൻ വരുന്നത്. ഫ്രാഗ്രൻസ് എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മൾ ഈ ഡ്രസ്സൊക്കെ വാഷ് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ കിട്ടുന്നൊരു ഫ്രാഗ്രൻസ് ഉണ്ടല്ലോ, അതായത് ഒരു ക്ലീൻ ആയിട്ടുള്ള ഫ്രാഗ്രൻസ്. പറയുകയാണെങ്കിൽ ചില ഡിറ്റർജൻറ്റിൽ നിന്നോ അല്ലെങ്കിൽ സോപ്പിൽ നിന്നൊക്കെ കിട്ടുന്ന പോലത്തെ ഒരു ഫ്രാഗ്രൻസാണ് ഈ പ്രൊഡക്റ്റിൽ നിന്ന് കിട്ടുന്നത്. ഇത് നമുക്ക് പറയുകയാണെങ്കിൽ ഒരു ക്ലീൻ, വളരെ ക്ലീൻ ആയിട്ടുള്ള ഒരു, എന്താ പറയുക, നമ്മളൊരു സാധനം നമ്മൾ ഒരു വാഷ് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഒരു ഫീൽ ഉണ്ടല്ലോ, ഓക്കെ ഇത് നല്ല വൃത്തിയായി എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് കിട്ടുന്ന ആ ഒരു ചില സ്മെല്ലും ഉണ്ടാവുമല്ലോ, അങ്ങനത്തെ ഒരു സ്മെല്ലാണ് ഈ ബ്ലാക്ക് മസ്ക് എന്ന് കിട്ടുന്നത്. അപ്പോൾ അത് പറയുകയാണെങ്കിൽ അതിൽ വരുന്ന നോട്ട്സ് എന്താണെന്ന് വെച്ചാൽ, അതിൽ നല്ല ഫ്രഷ് നോട്ട്സ് ഉണ്ട്. ഓപ്പണിങ്ങിൽ നല്ല ബർഗമോട്ടൊക്കെ പോലത്തെ നല്ല ഫ്രഷ്നെസ് ഉണ്ട്. പിന്നീട് ഈ ഒരു ക്ലീൻ ഫ്രാഗ്രൻസ് വരുന്നത് നമുക്ക് ലാവൻഡറാണ്. നല്ല ഒരു, എന്താ പറയുക, ഒരു ചെറിയൊരു പൗഡറി ലാവൻഡർ ഫ്രാഗ്രൻസ് ഇതിൽ കിട്ടുന്നുണ്ട്. പിന്നെ മസ്കിൻ്റെ ഫ്രാഗ്രൻസും ഉണ്ട്. അങ്ങനെയാണ് ഈ പ്രൊഡക്റ്റ് ഉള്ളത്. പക്ഷേ എന്താണ് ഇവർ ബ്ലാക്ക് മസ്ക് എന്നൊക്കെ കൊടുത്തു എന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഇനി എന്തെങ്കിലും വേറെ സ്പെഷ്യലായിട്ടുള്ള എന്തെങ്കിലും ഇൻഗ്രീഡിയൻസ് ഉണ്ടോ എന്നുള്ളത്. പക്ഷേ അത് പറയുമ്പോൾ ഇതാണ്, നമ്മളൊരു വാഷിംഗ് മെഷീൻ്റെ ഒക്കെ എടുത്ത് നിൽക്കുമ്പോൾ കിട്ടുന്ന സ്മെല്ല്, അല്ലെങ്കിൽ വാഷിംഗ് മെഷീനിൽ നിന്ന് നമ്മൾ ഡ്രസ്സൊക്കെ എടുത്താൽ കിട്ടുന്ന ഈ ഒരു സ്മെല്ല് എനിക്ക് വേറൊരു സ്ഥലത്ത് കിട്ടാറുണ്ട്. നമ്മൾ ഈ സൂപ്പർ മാർക്കറ്റുകളിലൂടെയൊക്കെ നമ്മുടെ ട്രോളി പിടിച്ചിങ്ങനെ നടക്കുന്ന സമയത്ത് ഇതേപോലെ ഈ സർഫ് എക്സലും ഏരിയയിലൊക്കെ വെച്ചിട്ടുള്ള സൈഡിലൂടെയൊക്കെ പോകുമ്പോൾ ഒരു സ്മെല്ല് വരുമല്ലോ, ആ ഒരു സ്മെല്ലാണ് ഇതിൽ നിന്ന് കിട്ടുന്നത്. അതായത് ഒരു ടിപ്പിക്കൽ ഒരു സോപ്പ് പോലത്തെ ഒരു സ്മെല്ല്, നല്ല ഫ്രാഗ്രൻസാണ്. എനിക്കത് വളരെ ഇഷ്ടമാണ്. അപ്പോൾ ഇത് ഏതിൻ്റെങ്കിലും ക്ലോണാണോ എന്ന് ചോദിച്ചാൽ അങ്ങനെ ഒരു എക്സാക്റ്റ് ക്ലോൺ പറയാൻ പറ്റില്ല. പക്ഷേ ഇങ്ങനത്തെ ആ ഒരു ക്ലീൻ ഫ്രാഗ്രൻസ് തരുന്ന വേറൊരു പെർഫ്യൂം ഉണ്ട്. അത് പ്രാഡ ലോമാണ്. പ്രാഡ ലോമും നമ്മൾ പറയാറുള്ളത് ഒരു ക്ലീൻ ഫ്രഷ് ഫ്രാഗ്രൻസ് എന്നുള്ളതാണ്. പക്ഷേ അതിൻ്റെയൊക്കെ ഒരു നാച്ചുറൽ വരുന്നതാണ്, അതിൻ്റെ എക്സാക്റ്റ് ക്ലോണൊന്നുമല്ല. അപ്പോൾ അങ്ങനെയാണ് ഇതിൻ്റെ ഫ്രാഗ്രൻസ് ഉള്ളത്. ഇത് യൂസ് ചെയ്യുമ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളത് ഇതൊരു ഓഫീസ് യൂസിന് പറ്റിയ പ്രൊഡക്റ്റാണ്. കാരണം ഇത് തീരെ ലാസ്റ്റ് ചെയ്യുന്നില്ല. അത് ബിയാഡോ മറ്റത് രണ്ടും ഡാർക്ക് സൈഡ് പറഞ്ഞ പോലെ തീരെ നിൽക്കാത്ത സാധനമാണത്. ഇതൊരു 45 മിനിറ്റ്സാണ് ഇതിൻ്റെ ഒരു പ്രൊജക്ഷൻ നമുക്ക് കിട്ടുന്നത്. അവിടുന്ന് ഇതൊരു 1.5 hours വരെ ഇത് ലാസ്റ്റ് ചെയ്യുന്നുള്ളൂ. ഇനിയിപ്പോൾ നമ്മൾ ഓഫീസിൽ ഇരുന്നുകൊണ്ട് അപ്ലൈ ചെയ്താൽ ഒരു 2 hours വരെ കിട്ടും. അത്രേ ഇതിൻ്റെ സ്മെല്ല് കിട്ടുന്നുള്ളൂ. പക്ഷേ ഇതിൻ്റെ വലിയ ബോട്ടിൽ ഇത് യൂഷ്വലി ഒരു 700 റേഞ്ചിലൊക്കെയാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത്. പക്ഷേ നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ, പ്രൈസ് കുറഞ്ഞ് വരുന്ന സമയം നോക്കിയിട്ട് ചെറിയ പ്രൈസിന് ഇതൊരു 399 അല്ലെങ്കിൽ 499 ഒക്കെ ഇത് കിട്ടാറുണ്ട്. അപ്പോൾ ആ ഒരു സമയത്ത് ഇതിൻ്റെ 100 ml വാങ്ങിച്ചിട്ട് ഓഫീസിൽ നമ്മുടെ ഷെൽഫിലോ അല്ലെങ്കിൽ നമ്മളെ ഡ്രോയറിലോ എവിടെയെങ്കിലുമൊക്കെ വെക്കുക. എന്നിട്ട് എടുത്തിട്ട് അപ്ലൈ ചെയ്താൽ ആ ഒരു നല്ല ക്ലീൻ പ്ലസൻറ്റ് ഫ്രാഗ്രൻസ് നമുക്ക് കിട്ടും. അതാണ് ഈ പെർഫ്യൂം. പിന്നെ അത്രേ ഇതിന് പെർഫോമൻസ് ഉള്ളൂ. മേ ബി അങ്ങനത്തെ ഒരു വൈബ് ഉള്ളതുകൊണ്ടായിരിക്കാം നമുക്ക് അങ്ങനെ പറയാൻ പറ്റുക. അപ്പോൾ ഇത് എനിക്കത് അപ്ലൈ ചെയ്യുമ്പോൾ മൈൻഡിൽ വരാറുള്ളത്, നമ്മൾ ഓഫീസിൽ പോകുമ്പോൾ നിങ്ങൾക്ക് എൻ്റെ പഴയ വീഡിയോസ് നോക്കിയാൽ കാണാം, ഞാൻ മോസ്റ്റ് ഓഫ് ദ വീഡിയോസിലും ഞാൻ ആ ഒരു ലൈറ്റ് ബ്ലൂ ഷർട്ടാണ് യൂസ് ചെയ്യാറുള്ളത്. അപ്പോൾ നമ്മൾ ഓഫീസിൽ പോകുന്ന, അല്ലെങ്കിൽ ഒന്നെങ്കിൽ ഓഫീസിൽ ഇരുന്നുകൊണ്ട് വീഡിയോ ചെയ്തായിരിക്കാം, അല്ലെങ്കിൽ പോകാൻ സമയത്ത് വീഡിയോ ചെയ്തായിരിക്കാം. ഞാൻ മുമ്പ് അങ്ങനെയൊക്കെയാണ് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ഓഫീസ് വെയറിൽ നിൽക്കുമ്പോൾ ഒന്നെങ്കിൽ വൈറ്റ് ഷർട്ടിലോ അല്ലെങ്കിൽ ആ ഒരു ലൈറ്റ് ബ്ലൂ ഷർട്ടിലോ ഒക്കെ അപ്ലൈ ചെയ്യാൻ പറ്റിയ ഒരു ഫ്രാഗ്രൻസ്. അത്തരം പ്രോഡക്ട്സ് ഇപ്പോൾ നമ്മളെ കയ്യിൽ കിട്ടുമ്പോൾ നമുക്ക് കിട്ടുന്ന ആ ഒരു ഫീൽ ഉണ്ടല്ലോ, അതാണ് ഇതിൽ നിന്ന് കിട്ടുന്നത്. അങ്ങനെയാണ് ഇപ്പോൾ ഇതെനിക്ക് റിലേറ്റ് ചെയ്ത് പറയാൻ കഴിയുന്നത്. അപ്പോൾ എന്തായാലും നല്ല ക്ലീൻ ആയിട്ടുള്ള ഒരു സോപ്പി ഫ്രാഗ്രൻസ് ഇഷ്ടപ്പെടുന്ന ഓഫീസ് ഫ്രണ്ട്ലി ആയിട്ടുള്ള
പെർഫ്യൂം നോക്കുന്നവർക്ക് ചൂസ് ചെയ്യാൻ പറ്റിയതാണ്. ബിയാഡോ, പേര് ഇടയ്ക്കിടയ്ക്ക് മറക്കുന്നുണ്ട്, ബ്ലാക്ക് മസ്ക് എന്നുള്ളത്. നല്ല പ്രൊഡക്റ്റാണ്. വലിയ പെർഫോമൻസ് ഇല്ല, പക്ഷേ നമ്മൾ ഓഫീസിലിരിക്കുമ്പോൾ അത്രയ്ക്ക് മതിയെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ വലുത് വാങ്ങിക്കുക. ഇടയ്ക്കൊന്ന് ഇങ്ങനെ ഒരു 2 hours കഴിയുമ്പോൾ ഇടയ്ക്കൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അങ്ങനെ യൂസ് ചെയ്ത് പോയാൽ ആ ഒരു ക്ലീൻ സ്മെല്ല് നമ്മളെ ബോഡിയിലല്ല ഡ്രസ്സിൽ ഈവനിങ് വരെ നിൽക്കും. ബോഡിയിൽ ഇത് തീരെ നിൽക്കുന്നില്ല. നമുക്ക് മാക്സിമം ഒരു 1 hour വരെയൊക്കെ ഇതിൻ്റെ ഫ്രാഗ്രൻസ് നിൽക്കുന്നുള്ളൂ. പക്ഷേ ഇത് എന്താ പറയുക, ഈ ഒരു പ്രൈസിന് വേർത്താണോ ചോദിച്ചാൽ ഓഫറിൽ കിട്ടുമ്പോൾ നമുക്ക് വേർത്തായിട്ട് പറയാം. കാരണം നല്ല ക്ലീൻ ആയിട്ടുള്ള ഫ്രാഗ്രൻസ് മാത്രമല്ല, പ്രാഡാലോമിൻ്റെ ക്ലോൺസ് നമ്മൾ അങ്ങനെ അധികം കണ്ടിട്ടില്ല. ഉള്ള ക്ലോണ് അജ്മലിൻ്റെ ഒരു ഇവോക്ക് ഗോൾഡ് ഉണ്ട്, അതിന് അത്യാവശ്യം പ്രൈസ് വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു നാച്ചുറൽ വരുന്നതാണ്. ഇതിൻ്റെ എക്സാക്റ്റ് ക്ലോണൊന്നുമല്ല കേട്ടോ. അതേ വൈബിൽ ഇപ്പോൾ നമ്മൾ ഡേവിഡ് ഓഫ് കൂൾ വാട്ടറിൻ്റെ വൈബ് എന്ന് പറയും, വേറെ എന്തെങ്കിലും അതേപോലത്തെ ആ ഒരു ഡിറ്റർജൻറ്റ് സ്മെല്ല് വരും. പക്ഷേ ഇതിലെ ഡിറ്റർജൻറ്റ് ഞാൻ പറയുന്നത് ഡിറ്റർജൻ്റ് അല്ല, ഇത് ഒരു സോപ്പ് പോലെയാണ്. ഒരു ക്ലീൻ ആയിട്ടുള്ള ഒരു ഫ്രാഗ്രൻസ്. ഡേവിഡ് ഓഫ് കൂൾ വാട്ടർ നമുക്കൊരു മസ്കുലിനായിട്ടാണ് തോന്നുന്നത്, അതിൻ്റെ ഒരു മസ്കുലിൻ അല്ല അതിലുള്ളത്. അപ്പോൾ അതൊക്കെയാണ് ബിയാഡോ, പിന്നെ പേര് പറഞ്ഞു ബ്ലാക്ക് മസ്കിൻ്റെ ഡീറ്റെയിൽസ്. സോ എനിവേസ് ദാറ്റ്സ് ഓൾ അബൌട്ട് ദിസ് വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്.